CPM-നെ വെട്ടിലാക്കി വീണ്ടും ഒരു ആത്മകഥാ വിവാദം കൂടി വരികയാണ്. ഇത് എഴുതിയത് സഖാവ് പിരപ്പൻകോട് മുരളിയാണ്. എഴുത്തുകാരനാണ്, ലബ്ധപ്രതിഷ്ഠ നേടിയ നാടകകൃത്താണ്. അദ്ദേഹം പാർട്ടിയുടെ തിരുവനന്തപുരം ജില്ലയുടെ അനിഷേധ്യ നേതാവായിരുന്നു. കടുത്ത VS പക്ഷപാതിയും ആയിരുന്നു പിരപ്പൻകോട് മുരളി. പിരപ്പൻകോട് മുരളിയുടെ ആത്മകഥ VS-നെ ശല്യക്കാരനെ വ്യവഹാരി എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ആ തരത്തിലാണ് ആ വാർത്തകൾ വന്നിരിക്കുന്നത്. വെട്ടിനിരത്തലിൻ്റെ കഥ ഉൾപ്പെടെ, അതായത് മലപ്പുറത്ത് നടന്ന വെട്ടിനിരത്തൽ, തൃശ്ശൂരിൽ നടന്നത്, ആലപ്പുഴ നടന്നത്, ഈ പിരപ്പൻകോട് മുരളിയെ പുറത്താക്കിയത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഈ ആത്മകഥയിലുണ്ട്. അതിനകത്ത് എൻ്റെ കമ്മ്യൂണിസ്റ്റ് യാത്രയിലെ പോരാട്ടങ്ങൾ എന്നാണ് ആത്മകഥയുടെ പേര്. എൻ്റെ കമ്മ്യൂണിസ്റ്റ് യാത്രയിലെ പോരാട്ടങ്ങൾ. അത് CPM-ലെ ആഭ്യന്തര സംഘർഷങ്ങളുടെയും വെട്ടിനിരത്തലിൻ്റെയും വെളിപ്പെടുത്തലുമായിട്ടാണ് ഈ ആത്മകഥ പുറത്തു വരുന്നത്. അതിനകത്ത് പ്രത്യേകിച്ച് പറയുന്നത്, എടുത്തു പറയുന്ന ഒരു പേര്, വൈലോപ്പിള്ളിയെ കൊണ്ട് വാഴക്കുല എഴുതിച്ച ആളിനെ CPM പിണറായി മുഖ്യമന്ത്രി VS അച്യുതാനന്ദന് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് കൊടുക്കണമെന്ന് പറഞ്ഞ ആളിനെ, അവരെയൊക്കെ പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിലേക്ക് ഉൾപ്പെടുത്തി. അത് ചിന്താ ജെറോമിനെയും M സ്വരാജിനെ പോലുള്ള ആളുകളെ സംസ്ഥാന കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തുകയും പിരപ്പൻകോട് മുരളിയെ പോലുള്ള ആളുകളെ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തു. അത് പറഞ്ഞത് 80 വയസ്സ് പ്രായം പറഞ്ഞിട്ടാണ് അന്ന് ചെയ്തത്. പക്ഷെ അന്ന് അദ്ദേഹത്തിന് 74 വയസ്സ് മാത്രമേ പ്രായമായിരുന്നുള്ളൂ എന്ന് അദ്ദേഹം ആത്മകഥയിൽ പറയുന്നുണ്ട്. അതുമാത്രമല്ല, മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മലപ്പുറത്ത് കാണാമെന്നൊരു പ്രയോഗമുണ്ടായിരുന്നു. അത് തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിൽ പാർട്ടിക്കെതിരെയും പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വളരെ കടുത്ത വിമർശനങ്ങളുണ്ടായി. മലപ്പുറത്താണ് അന്ന് സംസ്ഥാന സമ്മേളനം സംഘടിപ്പിക്കുന്നത്. അപ്പോഴാണ് പിണറായി വിജയൻ പറഞ്ഞത് നമുക്ക് മലപ്പുറത്ത് കാണാം. അങ്ങനെയാണ് മലപ്പുറത്ത് വെട്ടിനിരത്തൽ കൃത്യമായി നടന്നത്. 2005 ജില്ലാ സമ്മേളനങ്ങളിൽ, അതായത് തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിൽ വെച്ചായിരുന്നു ഈ നിയന്ത്രണം വിട്ട വിമർശനങ്ങൾക്ക് നമുക്ക് മലപ്പുറത്ത് വെച്ച് കാണാമെന്ന പിണറായി വിജയൻ്റെ കമൻറ്റ് വരുന്നത്. 2001 പ്രതിപക്ഷ നേതാവായ VS സമരഭൂമിയിലും അവിടെയൊക്കെ പോയി ഭയങ്കര ജനശ്രദ്ധ പിടിച്ചിരുന്നു. ജനകീയ നേതാവായി മാറി. നമുക്കറിയാം, ഒരുപാട് ജനകീയ വിഷയങ്ങൾ അദ്ദേഹം ഇടപെട്ടു. അത് കഴിഞ്ഞ് 2006 വന്ന തെരഞ്ഞെടുപ്പിൽ എല്ലാ ആളുകളും, അതായത് പല കോണുകളിൽ നിന്നുള്ള ആളുകൾ VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയാകുമെന്ന് പ്രതീക്ഷിച്ചു. ആ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി വിജയിക്കുമെന്ന് ഉറപ്പുമായിരുന്നു. അപ്പോഴാണ് ചില കേന്ദ്ര കമ്മിറ്റി അംഗത്തിന്, സംസ്ഥാനത്തുള്ള നേതാക്കളെല്ലാം കൂടി കേന്ദ്ര കമ്മിറ്റിക്ക് പരാതി അയക്കുന്നു, VS-നെ ഒരു കാരണവശാലും സ്ഥാനാർത്ഥിയാക്കരുതെന്ന്. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അങ്ങനെ സ്ഥാനാർത്ഥി പട്ടിക വന്നപ്പോൾ VS സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് പുറത്തായിരുന്നു. അങ്ങനെയാണ് ജനകീയമായ ഇടപെടലുണ്ടായത്. ആളുകൾ ഒന്നടങ്കം ഇളകി പാർട്ടിയെ അത് വളരെയധികം പ്രതിസന്ധിയിലാക്കി. അങ്ങനെ വീണ്ടും VS-നെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കി കാണിച്ചതിന് അവർക്ക് ഇറങ്ങേണ്ടി വന്നു, സ്ഥാനാർത്ഥിത്വം നൽകേണ്ടി വന്നു. VS അങ്ങനെ മുഖ്യമന്ത്രി ആവുകയും ചെയ്തു. ആ കഥയൊക്കെയാണ് ഈ പിരപ്പൻകോട് മുരളിയുടെ എൻ്റെ കമ്മ്യൂണിസ്റ്റ് യാത്രയിലെ പോരാട്ടങ്ങൾ എന്ന ആത്മകഥയിൽ വിശദീകരിക്കുന്നത്. അതുപോലെ തന്നെ തൃശ്ശൂർ സമ്മേളനത്തിൽ നേതൃത്വത്തിന് താല്പര്യമില്ലാത്തവരെല്ലാം ഒഴിവാക്കിയതായി ഇദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. അപ്പോഴാണ് 16 പുതുമുഖങ്ങൾ വന്നത്. അതിലൊന്നാണ് ചിന്താ ജെറോമും M സ്വരാജും ഒക്കെ. ഈ ചിന്താ ജെറോമിനെ കുറിച്ചാണ് വൈലോപ്പിള്ളിയെ കൊണ്ട് വാഴക്കുല എഴുതിച്ച ചിന്താ ജെറോമും VS അച്യുതാനന്ദന് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് നൽകണമെന്ന് ആവശ്യപ്പെട്ട M സ്വരാജും ഒക്കെ സംസ്ഥാന കമ്മിറ്റിയിൽ വന്നപ്പോൾ, അങ്ങനെ 16 പുതുമുഖങ്ങൾ സംസ്ഥാന കമ്മിറ്റിയിൽ വന്നപ്പോൾ പരിചയസമ്പന്നരായ ആളുകളെ അവരെ നേതൃത്വത്തിൽ, അതായത് പിണറായി വിജയൻ ഇഷ്ടമില്ലാത്തത് കൊണ്ട് മാത്രം വെട്ടിനിരത്തുകയും ചെയ്തു, അവരെ കുടിയിറക്കി വിടുകയും ചെയ്തു എന്ന് ആത്മകഥയിൽ പറയുന്നു. ചുരുക്കത്തിൽ EP ജയരാജൻ്റെ ആത്മകഥാ ബോംബ് പോലെ മറ്റൊരു ആത്മകഥാ ബോംബായി പിരപ്പൻകോട് മുരളിയുടെയും ആത്മകഥ പുറത്തു വരികയാണ്. അത് പുറത്തു വന്ന ശേഷം ഏതൊക്കെ തരത്തിലുള്ള വിവാദങ്ങൾ, ആർക്കൊക്കെ എതിരെയാണ് ഇതിനകത്ത് കൃത്യമായി എടുത്തു പറഞ്ഞിട്ടുള്ളതെന്നുള്ള വിവരങ്ങളും പുറത്തു വരും.